പ്രോനൗൺസിന്റെ കൂട്ടത്തിൽ ഷീയും ഹിയും ആണ് നമ്മൾ എന്താ ചേർക്കുന്നത്? ഡസ്. പിടികിട്ടിയോ? ബാക്കി എല്ലാം എന്താണ്? ഡു. പ്രോനൗൺസിന്റെ കൂട്ടത്തിൽ പ്രോനൗൺസിൽ ഷീയും ഹിയും സിംഗുലർ ആണെങ്കിൽ ഡസ്, ഐ സിംഗുലർ ആണെങ്കിൽ എല്ലായിടും എക്സെപ്ഷൻ. അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഓർത്താൽ മതി. പ്രോനൗൺസിന്റെ കൂട്ടത്തിൽ ഷീയും ഹിയും വന്നാൽ ഡസ്, ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഡു. പൊതുവായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ്. പ്രോനൗൺസിൽ ഐ സിംഗുലർ ആണെങ്കിലും ഡസ് എഴുതരുത്. ഐക്ക് വരെ എന്താ ചെയ്യണ്ടേ? ഐ എല്ലായിടും എക്സെപ്ഷന് അല്ലേ? അതുകൊണ്ട് ഐ ഡു ആണ്, വി ഡു, ഷീ ഡസ്, ഹി ഡസ്, ദേ ഡു, യു ഡു. മനസ്സിലായോ? മനസ്സിലായില്ലേ? പറയണം. മനസ്സിലായോ? ഇത്ര മനസ്സിലായല്ലോ. ഇനി നൗൺസിന്റെ കൂട്ടത്തിൽ സിംഗുലർ ഒന്നിനെ ഡിനോട്ട് ചെയ്യുന്ന രാമൻ എത്ര പേരുണ്ട്? രാമൻ എത്ര പേരുണ്ട്? നമ്മുടെ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ടെന്നല്ല. ആ രാമാന്ന് എഴുതിയ സബ്ജക്റ്റ് ഒരാളേ ഉള്ളൂ. അത് സിംഗുലർ ആണോ കൂടുതലാണോ? അതുകൊണ്ട് ഏതായിരിക്കുന്നത്? ഡസ്. മനസ്സിലായോ? ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ്. സിംഗുലറിൻ്റെ കൂടെ ഡസ്. ഇനി രാമൻ്റെ കൂടെ സീത ഉണ്ടെങ്കിൽ അത് മോർ ദാൻ വൺ ആവും, അത് പ്ലൂറൽ ആവും. അതുകൊണ്ട് ഡസ് ചേർക്കുമോ? ഇല്ല. പകരം എന്തുവായിരുന്നു? ഡു. രാമ ആൻഡ് സീത ഡു. മനസ്സിലായി? രാമ ആൻഡ് സീത ഡു. രാമയാണല്ലോ ഡസ്. നമ്മൾ ഏത് ടെൻസാണ് എഴുതുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി ഒരു വെർബ് ചെയ്യാൻ എഴുതാം. ഫോർ എക്സാമ്പിൾ ഗീവ്. ഗീവ് നമ്മൾ അത് പഠിച്ചു വെക്കണം. ഗീവ്, ഗേവ്, ഗിവൺ. ഗീവ്, ഗേവ്, ഗിവൺ. ഗീവ്, ഗേവ്, ഗിവൺ. ഗീവ് എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഗേവ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, ഗിവൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് V1, V2, V3. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ഈ V1 ആണ് ഇവിടെ വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? ഐ ഡു ഗീവ്. വി ആണല്ലോ. വി ഡു ഗീവ്. ഷീ ഗീവ്സ്. ഇങ്ങനെ പറയാം. ഷീ ഡസ് ഗീവ്. ഹി ഡസ് ഗീവ്. ദേ ഡു ഗീവ്. യു ഡു ഗീവ്. രാമ ഡസ് ഗീവ്. രാമ ആൻഡ് സീത ഡു ഗീവ്. മനസ്സിലായോ? ഇനി ആ വെർബ് എങ്ങനെ മാറും പഠിക്കണം. ഡു ചേർത്താൽ ആ വെർബ് അതുപോലെ നമുക്ക് എഴുതാം. ഐ ഗീവ്. ഐ. അപ്പൊ എങ്ങനെ എഴുതും? ഐ ഗീവ്. മനസ്സിലായോ? ഇങ്ങനെ പറയണ്ടേ? ഐ ഗീവ്. വി ഗീവ്. ഗീവിന്റെ കൂടെ ഏത് വെർബിന്റെ കൂടെയും ഡസ് ചേർത്താൽ വെർബിന് യെസ് അല്ലെങ്കിൽ യെസ് ചേർക്കണം. ഇവിടെ യെസ്. ഡീറ്റെയിലോ? ഡസ് ഗീവ് ഗീവ്സ്. ഹി ഡസ് ഗീവ് എന്തായിരിക്കും? He gives. They do give. They give. You do give. You give. Rama does give. Gives. Rama and Sita do give. Give. ഇത്ര മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് മനസ്സിലായോ? വേറെ വെർബ് ഞാൻ എഴുതാൻ പറയും. കാര്യം മനസ്സിലായോ? പിടികിട്ടിയേ? ഇനി വേറൊരു വെർബ് എഴുതട്ടെ. ഗീവിന് പകരം